ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കർത്താവിന്റെ ശബ്ദം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് സഹോദരൻ വിൻസെന്റ് റാഫേൽ, തൃശൂർ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുന്നു. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, ബുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്യ എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. കർത്താവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവിൽ ആയിരിക്കുമ്പോൾ കർത്തൃദിവസത്തിൽ ആത്മവിശുദ്ധയിൽ കണ്ട കാഴ്ചയാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. വേദപുസ്തകത്തിൽ പലയിടത്തും കർത്താവിൻ്റെ ശബ്ദത്തെ മണവാളൻ്റെ ശബ്ദമായും ഇടയൻ്റെ ശബ്ദമായും ഒരു സംരക്ഷകൻ്റെ ശബ്ദമായും നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ ശബ്ദം ഇപ്പോൾ കാഹളത്തിനൊത്ത മഹാശബ്ദമായി ഇവിടെ രേഖപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ശബ്ദത്തെ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയെന്ന് പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടാകുകയും പാളയത്തുള്ള ജനമൊക്കെയും നടുങ്ങിയെന്ന് വായിക്കുന്നു. ദൈവത്തിൻ്റെ കാഹള ശബ്ദം കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഭയന്ന് വിറയ്ക്കുവാനായിട്ടിടയായിത്തീർന്നു. സാധാരണയായി കാഹളം ഉപയോഗിക്കുന്നത് സഭ വിളിച്ചുകൂട്ടുവാനും യുദ്ധസജ്ജരാകുവാനൊക്കെ കാഹളങ്ങൾ ഊതിയിരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇവിടെ നാം വായിച്ചത് നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു എന്നാണ്. കർത്താവിൻ്റെ ന്യായവിധിയെ കുറിക്കുന്ന ശബ്ദം കാഹളനാദമായിട്ട് നമുക്ക് കാണാം. സഭയുടെ ഉണർവിനായി, സഭയുടെ മാനസാന്തരത്തിനായി കൽപ്പിക്കുന്ന കർത്താവിൻ്റെ ആജ്ഞാസ്വരമായി ഈ കാഹളനാദത്തെ നാം കാണാം. മരിച്ചവർ ഉണർന്നെഴുന്നേൽപ്പാനും ന്യായവിധിക്കായി ദൈവസന്നിധിയിൽ കൂടുവാനും കൽപ്പിക്കുന്ന കർത്താവിൻ്റെ ശബ്ദമായി കാഹളധ്വനിയെ നമുക്ക് കാണാവുന്നതാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നു. മരണത്തിൻ്റെ മേൽ കൽപ്പിക്കുന്ന, പിശാചിൻ്റെ മേൽ ന്യായവിധി നടത്തുന്ന ശബ്ദമാണിത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലനോട് സംസാരിച്ച് ഈ ശബ്ദം എന്തെന്ന് കാണുവാൻ അപ്പോസ്തലൻ തിരിഞ്ഞപ്പോൾ മനുഷ്യപുത്രൻ സദൃശനായവനെ കണ്ടു. ആ കാഴ്ച അപ്പോസ്തലന് കണ്ടു നിൽപ്പാൻ സാധ്യമല്ലായിരുന്നു. ആ ശബ്ദം എവിടെ നിന്നും വരുന്നു എന്നുള്ള കാഴ്ച കണ്ട് നാം വായിക്കുന്നത്, അതിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്നാണ്. ഒരു ന്യായകർത്താവിൻ്റെ മഹാശബ്ദത്തിൽ അപ്പോസ്തലൻ വീണടക്കുന്നത് നാം കാണുന്നു. സഭകളിൽ ന്യായമല്ലാത്തത് കടന്നു വന്നപ്പോൾ, പാപവും അശുദ്ധിയും ദുഷ്കാമവും പെരുകിയപ്പോൾ, ദുരുപദേശങ്ങളും സ്വാർത്ഥതയും തന്നിഷ്ടങ്ങളും സഭകളിൽ വർദ്ധിച്ചു വന്നപ്പോൾ കർത്താവ് കാഹളത്തിനൊത്ത മഹാശബ്ദത്തിൽ പറയുന്നത്, എഴുതി സഭകൾക്ക് അയക്കുക എന്നാണ്. മാനസാന്തരപ്പെടുക, ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക, അല്ലെങ്കിൽ ശിക്ഷകൾക്ക് ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പ് ഈ എഴുതുക എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സഭകളെ, വിശ്വാസികളെ ന്യായം വിധിക്കുന്ന ഒരു കർത്താവ്, സഭകളുടെ ശുദ്ധീകരണത്തിനായി കാഹള ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു കർത്താവിനെ നാം ഇവിടെ കാണുന്നു. അവൻ നേരോടെ ന്യായം വിധിക്കുന്നവനാണ്. അവൻ്റെ ശബ്ദം കാഹളത്തിനൊത്ത മഹാശബ്ദമാണ്. അതൊരു ന്യായകർത്താവിൻ്റെ ശബ്ദമാണ്. ശത്രുക്കളുടെ മേൽ, മരണത്തിൻ്റെ മേൽ, സഭയുടെ ഉപദ്രവകരുടെ മേൽ, പിശാചിൻ്റെ മേൽ ന്യായവിധി നടത്തുന്ന ഒരു ന്യായാധിപൻ്റെ ശബ്ദം കാഹളത്തിനൊത്ത മഹാശബ്ദമായി നാം കാണുന്നു. എന്താണ് നമ്മുടെ അനുഭവം? കർത്താവിൻ്റെ ആജ്ഞാസ്വരം നമ്മുടെ മേലുണ്ടാവുന്നില്ലേ? തിരുത്തുവാൻ, മാനസാന്തരപ്പെടുവാൻ കൽപ്പിക്കുന്ന ഒരു മഹാനാദത്തിൻ്റെ, ഒരു ന്യായകർത്താവിൻ്റെ മുന്നിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അവൻ്റെ മഹാശബ്ദത്തിൻ്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽപ്പാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിൻ്റെ മാറിൽ ചാരിയിരുന്ന അരുമ ശിഷ്യനായിരുന്നു. ഈ അപ്പോസ്തലൻ
ഈ മഹാശബ്ദം കേട്ട് മരിച്ചവനെ പോലെ ആയി എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? ഇസ്രായേൽ ജനം കാഹള ശബ്ദം കേട്ട് നടുങ്ങിയെങ്കിൽ പാപത്തിൻ്റെ മേൽ അധികാരമുള്ള, പാപത്തെ ശിക്ഷിക്കുന്ന ഒരു മഹാശബ്ദത്തിന് മുന്നിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. ആർക്ക് ഈ കർത്താവിൻ്റെ മഹാശബ്ദത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽപ്പാനായിട്ട് സാധിക്കും? സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവവുമായി ഉടമ്പടി ചെയ്ത സന്ദർഭം നാം എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ കത്തുന്ന തീയും കാറ്റും കൊടുങ്കാറ്റും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളുണ്ടായിരുന്നു. ആ ശബ്ദങ്ങളും കാഴ്ചകളും സഹിക്കാൻ കഴിയാതെ ജനം ഭയന്നുപോയി. മോശയും അത്യന്തം പേടിച്ചു എന്ന് നാം വായിക്കുന്നു. അവർ ദൈവത്തോട് കൂടുതലൊന്നും തങ്ങളോട് അരുളി ചെയ്യരുത് എന്ന് അപേക്ഷിച്ചു. കാരണം ദൈവം അരുളി ചെയ്ത വാക്കുകൾ അത്രയധികം അവർക്ക് ഭയമുളവാക്കിയിരുന്നു. അവർ പേടിച്ച് ഭയന്നുപോയി. പുതിയ നിയമത്തിൽ ഭയത്തിന് പകരം ദൈവജനത്തിന് കൃപയും സമാധാനവുമാണ് ലഭിച്ചിരിക്കുന്നത്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം തുടങ്ങി നാം വായിക്കുമ്പോൾ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും എന്ന് എഴുതിയിട്ട് തുടർന്ന് നാം വായിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനുമായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കളത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെയും നമ്മുടെ പുതിയ ഉടമ്പടിയെയുമാണ് ഈ വാക്യങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത്. ദൈവജനത്തിന് പാപം സംഭവിക്കുമ്പോൾ പാപമോചനത്തിനായി ഒരു പ്രായശ്ചിത്തം ഒരുക്കി വച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. തെറ്റിപ്പോയി കർത്താവേ എന്ന് ഏറ്റുപറയാം, മാനസാന്തരപ്പെടാം. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൂടുതലായി അപ്പോൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നു. 7 സഭകൾക്കും എഴുതുക എന്ന് കാഹളത്തിനൊത്ത മഹാശബ്ദത്തോ യോഹന്നാൻ അപ്പോസ്തലനോട് കൽപ്പിക്കുമ്പോൾ സഭകളോട് മാനസാന്തരപ്പെടുവാനും തിരുത്തുവാനും മടങ്ങി വരുവാനും കൽപ്പിക്കുന്ന ശബ്ദമാണത്. എഫെസോസ് സഭയോട് പറയുന്നത് ആദ്യ സ്നേഹം വീണ്ടെടുക്കുവാൻ പറയുന്നു. സ്മുർണയോട് പീഡനങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ പറയുന്നു. പെർഗമോസ് തുയത്തയിലെ സഭകളോട് തെറ്റായ പ്രബോധനങ്ങളെയും ദുർനടപ്പിനെയും ഉപേക്ഷിക്കുവാൻ പറയുന്നു. സർദീസ് വിശ്വാസികൾ ജീവനുള്ളവരായി കാണപ്പെടുമ്പോഴും ആത്മീയമായി മരിച്ചവരാണെന്ന് വിമർശിക്കുന്നു. ലവോദിക്കയിലുള്ളവർ തണുത്തവരും ചൂടുള്ളവരും അല്ലാത്തതിനാൽ യഥാർത്ഥ വിശ്വാസം വീണ്ടെടുക്കുവാനായിട്ട് കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ്. മാനസാന്തരപ്പെടുക എന്ന് ഈ സഭകളോട് പറയുന്നത് വിശ്വാസ ജീവിതത്തിലെ വീഴ്ചകളിൽ നിന്ന് മടങ്ങി വരുവാനും ദൈവവുമായുള്ള ബന്ധം പുതുക്കുവാനുമുള്ള ആഹ്വാനമാണ്. എന്നാൽ ഫിലാദൽഫിയ സഭയോട് പ്രശംസയായി പറയുന്നത് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തുകൊള്ളുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് പ്രശംസയാണോ വിമർശനമാണോ എന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയുന്നു. കർത്താവിൻ്റെ ശബ്ദം നമ്മിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറയുന്നു. നമുക്കവൻ്റെ ശബ്ദം കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.